നമസ്കാരം. എൻ്റെ പേര് ദീപിക CK എന്നാണ്. ഞാനൊരു ആയുർവേദ ഡോക്ടറാണ്. സ്വന്തം വീട് മാനന്തവാടിയാണ്. കല്യാണം കഴിച്ച് പോയത് കർണാടകയിൽ ഹുൻസൂരിലാണ്. ജോലി ചെയ്യുന്നത് മടിക്കേരിയാണ്. ഞാനിപ്പോൾ ഇന്ന് ദീപികാസ് വേൾഡ് എന്നാണ് എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ പേര്. ഇന്ന് ആദ്യമായിട്ടാണ് ഒരു യൂട്യൂബിൽ വീഡിയോ അപ്ലോഡ് ആക്കുന്നത്. പിന്നെ MI ലൈഫ് സ്റ്റൈൽ എന്ന് പറഞ്ഞൊരു കമ്പനീൻ്റെ ഒരു ഡിസ്ട്രിബ്യൂട്ടർ ആയിട്ടുണ്ട്. ഞാൻ ഈ പേഷ്യൻസിന് പ്രിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടി തന്നെയാണ് ഇതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ എടുത്തിരിക്കുന്നത്. അതിലുള്ള എല്ലാം തന്നെ ഒരു 150ഓളം പ്രൊഡക്റ്റുകളിൽ 22 പ്രൊഡക്റ്റിനും കേന്ദ്ര ഗവൺമെൻറ് ആശുപത്രി സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ട്. അതുകൂടി കണ്ടുകൊണ്ടാണ് ഞാൻ ഇതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ എടുത്തിരിക്കുന്നത്. തടി കുറയ്ക്കാനും തടി കൂട്ടാനും മുടീൻ്റെ പ്രശ്നത്തിനും എല്ലാത്തിനുമായിട്ടുള്ള വെൽനസ് പ്രൊഡക്ട്സാണ് അതിലുള്ളത്. എലമെൻറ്റ്സ്, ഓണാനോൺ എന്ന് പറഞ്ഞാൽ 2 സ്റ്റാർ ബ്രാൻഡ്സ് ഉണ്ട്. മൊത്തം 6 ബ്രാൻഡ്സ്. അതിൽ എലമെൻറ്റ്സും ഓണാനോണാണ് ഞാൻ അധികം ആൾക്കാർക്ക് പറയുന്നത്. അത് സ്റ്റാർ ബ്രാൻഡ്സാണ്. അത് ഒന്നും മരുന്നല്ല, എല്ലാം വെൽനസ് പ്രൊഡക്ട്സാണ്. ഇന്ന് ഞാൻ പറയാൻ വിചാരിച്ചത് ഓടിക്കഴിച്ച് വന്നുകൊണ്ട് ഒരു കിതപ്പ് വന്നതാണ്. ഇത് എലമെൻറ്റ്സ് ബ്രാൻഡ്സിന് തന്നെ മൾട്ടി ആക്ഷൻ ഫെയർനെസ് ക്രീമാണ് ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. എൻ്റെ അടുത്ത് ഞാനിപ്പോൾ 6 മാസമായി ഇതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ എടുത്തിട്ട്. എനിക്ക് വ്യത്യാസം തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത് വേറെ ആൾക്കാർക്ക് പറഞ്ഞാലും നല്ലതാണ്. എനിക്കിപ്പം ഡോക്ടറാണ്ട് ഇറങ്ങി എല്ലാവരും പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഒരു യൂട്യൂബിൽ പറയാമെന്ന് വിചാരിച്ചത്. ഇതിലെന്ന് വെച്ചാൽ നിയാസിനായിഡ് എന്ന് പറഞ്ഞൊരു ഇൻഗ്രീഡിയൻ്റ് ഉണ്ട്. ഇതെന്ന് വെച്ചാൽ നമ്മുടെ സെബം ക്രിയേഷനെ കുറയ്ക്കും, കൺട്രോൾ ചെയ്യും. സെബം എന്ന് വെച്ചാൽ നമ്മളെ ഈ പിമ്പിൾസ് വരുന്ന ഒരു നമ്മളെ സ്കിന്നിൻ്റെ എടുക്കുമ്പോൾ ഒരു മഞ്ഞ പസ് പോലത്തെ ഒരു സാധനം ഉണ്ട്. അത് അതിൻ്റെ പ്രൊഡക്ഷൻ അതും ആ സെബവും ഡെഡ് സെല്ലും കൂടി മിക്സായിട്ട് നിന്നിട്ടാണ് മുഖക്കുരു ഉണ്ടാകുന്നത്. അതിൻ്റെ പ്രൊഡക്ഷനെ, ആ സെബത്തിൻ്റെ പ്രൊഡക്ഷനെ കൺട്രോൾ ആക്കും ഈ നിയാസിനായിഡ് ഇതിലുള്ള ഇൻഗ്രീഡിയൻറ്റ്. പിന്നെ ഇതിലുള്ളത് 2 തരം സൺസ്ക്രീൻ പ്രൊട്ടക്ഷൻ, 2 തരം സൺസ്ക്രീൻ പ്രൊട്ടക്ഷൻ ഉണ്ട്. ഏതെന്ന് വെച്ചാൽ UVB, UVA എന്ന് പറഞ്ഞ 2 തരം റേസിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻറ്റ് ഇതിൽ ചേർത്തിട്ടുണ്ട്. അത് നമുക്കിപ്പം ഒരു ജോലിക്ക് പോകുന്ന എന്നെ പോലെയുള്ള എല്ലാവർക്കാണെങ്കിലും ജോലിക്ക് പോകുന്നവർക്ക് രാവിലെ വേണമെങ്കിൽ തേച്ചിട്ട് പോകാം. ഭയങ്കര വെയിലിൽ നിൽക്കുന്ന ആൾക്കാർക്ക് കുറച്ച് വിഷമമായിരിക്കും. അതിനുവേണ്ടി നമ്മുടെ കമ്പനീൻ്റെ തന്നെ ഡേ ക്രീം, നൈറ്റ് ക്രീം ഉണ്ട്. സാധാരണ ഒരു മീഡിയം അധികം ഓഫീസിലൊക്കെ ഇരിക്കുന്ന ആ എല്ലാത്തിനും ആ UV റേസ് ഉണ്ടല്ലോ, അങ്ങനത്തെ വെളിച്ചത്തിനൊക്കെ നേരിടാനുള്ള കഴിവ് ഇതിനുണ്ട്. വേണമെങ്കിൽ വൈകുന്നേരം മുഖം കഴുകിയിട്ട് തേച്ച് കൊടുത്താലും മതി. അങ്ങനെയും ചെയ്യാം. മുഖം കഴുകാൻ ഇത് രണ്ടും കൂടിയുള്ള കോമ്പിനേഷൻ നമ്മൾ സാധാരണ പറയുന്നത്. ഇത് റേഡിയൻറ്റ് ഗ്ലോ ഫേസ് വാഷ് എന്ന് പറയും. റേഡിയൻറ്റ് ഗ്ലോ എന്ന് വെച്ചാൽ ഗ്ലോയിൽ നൽകുമ്പോൾ നമ്മളെ ഈ ബ്ലാക്ക് ഹെഡ്സ്, വൈറ്റ് ഹെഡ്സ് അത് പോകും. ഡെഡ് സ്കിൻ റിമൂവ് തന്നെയാണ് ഇതിൻ്റെ മെയിൻ. ഇത് മുഖത്തുകൊണ്ട് കഴുകിയിട്ട് ഇതുകൊണ്ട് ഈ ക്രീം അപ്ലൈ ചെയ്യുക. നല്ല വ്യത്യാസം. നമ്മളൊരു മദാമമാരെ പോലെ ഫെയർനെസ് ക്രീം ആണെങ്കിലും മദാമമാരെ പോലെ നമ്മുടെ സ്കിന്ന് അങ്ങനെ വൈറ്റ് ആവുമെന്ന് പറയുന്നില്ല. നമ്മളിപ്പോഴത്തെ എത്ര സ്കിന്നിൻ്റെ കളറുണ്ടോ അതിൻ്റെ ഒരു 2-3 റേഞ്ച് എന്തായാലും വ്യത്യാസം വരും. മെയിൻ വെളുക്കുന്നതല്ലല്ലോ, നമ്മുടെ സ്കിൻ ടോൺ കറക്റ്റാക്കും. എനിക്കൊരു ചെറിയ പിമ്പിളുണ്ട്. അതിൻ്റെ ഒരു ഹോർമോൺ ചേഞ്ചിന് വരുന്നതാണ്. അതങ്ങ് ആ കലയും കൂടി ഇതിൻ്റെ കൂടെ പോകുന്നുണ്ട്. വ്യത്യാസം വരും. അതൊരു മാസത്തിൽ എന്തായാലും ഒരു പിമ്പിൾ വരും, അതങ്ങ് പോകും. പക്ഷേ ഫസ്റ്റെല്ലാം എനിക്ക് നല്ലോണം വന്നിരുന്നു പിമ്പിൾസ്. ഈ 2 വയസ്സും ഇങ്ങനെ നല്ലോണം വരും. കല്യാണത്തിൻ്റെ സമയത്തെല്ലാം എൻ്റെ ഫോട്ടോ നോക്കിയാൽ തന്നെ അന്നേരം ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത് നല്ല ഗുണമുണ്ട്. നമുക്കിത് കുറേ കാലം നിൽക്കും. ഞാനിപ്പോൾ 6 മാസമായി കാണില്ല, അന്ന് മേടിച്ച സാധനം ഇപ്പോൾ ഉണ്ട്. നമ്മളിങ്ങനെ കുറച്ചെടുത്തിട്ട് ഇങ്ങനെ ആക്കി ഒന്ന് തേച്ച് കൊടുത്താൽ മാത്രം മതി. അതെ, നല്ല പുതിയ സ്കിന്ന്, ഒരു പഴയ സ്കിന്ന് നമ്മുടെ പുതിയതായിട്ട് എല്ലാ ദിവസവും 1 ലക്ഷക്കണക്കിന് സ്കിന്ന് നമ്മുടെ സ്കിൻ ഡെക്തായിട്ട് പൊഴിഞ്ഞ് വീഴുന്നുണ്ട്. നമുക്ക് അറിയാൻ പറ്റില്ല, അത്രയും ചെറുതാണ്. അതുകൊണ്ട് ഉള്ളിലുള്ള പുതിയ സ്കിന്ന് പുറത്തേക്ക് വരും ഒരു മാസം തന്നെ എടുക്കും. അങ്ങനെ പുതിയ നമുക്ക് നല്ല ഗുണമുള്ള സാധനം, ഫെയർ ലവ്ലി പോലത്തെ കമ്പനി വരുന്നതല്ല, അതുപോലത്തെ കെമിക്കലൊക്കെ ജാസ്തിയുള്ള ഉപയോഗിച്ചാൽ നമുക്ക് അന്നേരം ഒരു വൈറ്റ് വരും എന്നല്ലാണ്ട് ഏജിങ് ആവും. ഈ മുഖം ചുളിയാനെല്ലാം ചാൻസ് ഭയങ്കര കൂടുതലാണ്. ഏജ് കൂട്ടും, വയസ്സ് കൂട്ടും. ആ തേക്കുന്ന സമയത്തുള്ള ഗുണം മാത്രമേ ഉള്ളൂ. ഇതെന്ന് വെച്ചാൽ അങ്ങനെയില്ല. നമ്മുടെ എപ്പിഡെർമിസ്, ഡെർമിസ്, ക്യൂട്ടേനിയസ് എന്ന് പറഞ്ഞാൽ ആ ലെയേഴ്സിൽ 3 ലെയേഴ്സാണ് നമ്മുടെ സ്കിന്നിനുള്ളത്. അതിൽ
രണ്ടാമത്തെ ലെയറായ ഡെർമിസിലുള്ള ഇലാസ്റ്റിനും കൊളാജൻ എന്ന് പറഞ്ഞ രണ്ട് ഇതുണ്ട്, സെൽസ് ഉണ്ട്. അതിൽ കൊളാജൻ്റെ പ്രൊഡക്ഷൻ ജാസ്തിയാക്കും ഈ ക്രീമിൽ. പിന്നെ അതുപോലെ ഇലാസ്റ്റിക് എന്ന് പറയുന്ന സെൽസിൻ്റെ പ്രൊഡക്ഷൻ ജാസ്തിയാക്കും. ഇലാസ്റ്റിക് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇലാസ്റ്റിസിറ്റി, വാർദ്ധക്യത്തെ ഇങ്ങനെ ചുക്കി ചുളിയുന്നതും അങ്ങനത്തേനും, പിന്നെ റിജിഡിറ്റി, നല്ലൊരു ഇത് സ്കിൻ ടോൺ കറക്റ്റാക്കാനും ഇത് ക്രീമിൻ്റെ കൊണ്ട് ഗുണമുണ്ട്. പിന്നെ കൊളാജൻ എന്ന് പറഞ്ഞാൽ തന്നെ സ്കിന്നിൻ്റെ ടോണും റിജിഡിറ്റിയും കറക്റ്റാക്കാൻ നല്ലൊരു പ്രൊഡക്റ്റാണ്. കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കണം. എന്ന് വെച്ചാൽ ഒരു 30 ദിവസം വേണമെന്ന് പറഞ്ഞല്ലോ ഒരു പുതിയ സ്കിന്നിങ്ങനെ വരാൻ. കഴിഞ്ഞ മാസമുള്ള സ്കിന്നല്ല ഇപ്പോൾ ഇവിടെ ഉള്ളത്. അതുകൊണ്ട് നമ്മൾ നല്ല സാധനം ഉപയോഗിക്കുകയാണെങ്കിൽ ഉള്ളിലേക്കും കുറച്ച് നല്ലത്. വെള്ളം നല്ലോണം കുടിക്കണം, വൈറ്റമിൻ ദിവസവും പോകണം, ഉറങ്ങണം നല്ലോണം. അതിൻ്റെ കൂടെ തന്നെ വെജിറ്റബിൾസ് എല്ലാം കഴിക്കുന്ന പോലെ തന്നെ ഇതിൽ പിന്നെ ഹെർബൽ പ്രൊഡക്റ്റും കൂടി ചേർന്നിട്ടുണ്ട്. അതെന്ന് വെച്ചാൽ നമുക്ക് ഇപ്പം ഇത് കണ്ടിന്യൂ ആയിട്ട് ഉപയോഗിക്കുക. കുറേ ദിവസം നിൽക്കും, ഞാൻ പറഞ്ഞല്ലോ. ഈ ഒരു ദിവസം ഉപയോഗിക്കുക, ഒരു തുള്ളി ഇത്ര എടുത്താൽ മതി, എന്നിട്ട് ആക്കി ഉപയോഗിക്കുക. പിന്നെ അതിൻ്റെ കൂടെ തന്നെ വൈറ്റമിൻസും ഉണ്ട്, പിന്നെ മിനറൽസും ഉണ്ട്. 3 മിനറൽസ് ഉണ്ട്: സിങ്ക്, കോപ്പർ, മാഗ്നീഷ്യം എന്ന് പറഞ്ഞ 3 മിനറൽസ് ഇതിലുണ്ട്. ഈ സിങ്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ മുറിവിനെയും ഉണക്കാനുള്ള കഴിവുള്ളത് സിങ്ക്. അതുപോലെ പിന്നെ കോപ്പറുണ്ട്, മാഗ്നീഷ്യം ഉണ്ട്. അതെല്ലാം ഏജിങ്ങിനും പിന്നെ റിജിഡിറ്റി എല്ലാം കൊടുക്കാൻ വേണ്ടി തന്നെയാണുള്ളത്. പിന്നെ വൈറ്റമിൻസ് എന്ന് പറഞ്ഞാൽ നമ്മളെ മൾട്ടി ആക്ഷനാണ് വൈറ്റമിൻസിൽ ഇതിൽ. പിന്നെ ഹെർബൽ ആയിട്ട് ഇതിൽ ചേർത്തിരിക്കുന്നത് ഓറഞ്ച് പീൽ ചേർത്തിട്ടുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ വൈറ്റമിൻ സി ആണുള്ളത്. ആ വൈറ്റമിൻ സി നമ്മളെ സ്കിന്നിന് വളരെ നല്ലതാണ്. അതുപോലെ ഓറഞ്ച് പീലുണ്ട്. പിന്നെ ഒന്നുള്ളത് അതെ, ഓറഞ്ച് പീലാണ് മെയിനായിട്ട്. അതല്ല നമ്മുടെ ഹെർബൽ ആയിട്ടുള്ള മൾട്ടി ആക്ഷൻ, പിന്നെ വൈറ്റമിൻസ് ജാസ്തിയുള്ള വൈറ്റമിൻ സി തന്നെയാണ് ഏറ്റവും കൂടുതലായിട്ടുള്ളത്. നമ്മൾ കണ്ടിന്യൂ ഉപയോഗിച്ചെങ്കിൽ നല്ല വ്യത്യാസം വരുന്നുണ്ട്. നമ്മൾ ഉപയോഗിച്ച് ഞാൻ കൊടുത്തിട്ട് തന്നെ എല്ലാവർക്കും പിന്നെയും നമുക്ക് എൻ്റെ അടുത്ത് വേണമെന്ന് പറഞ്ഞ പ്രൊഡക്റ്റുകളാണ് ഇത് രണ്ട്. പിന്നെ കണ്ണിൻ്റെ അടിയിലെ കറുപ്പിന് ഞാൻ നല്ലൊരു എഫക്റ്റുള്ള ഒരു സാധനമാണ്. കണ്ണിൻ്റെ അടിയിലെ കറുപ്പിന് കണ്ടിന്യൂസ് ആയിട്ട് പിന്നെ ഈ ഫേസ് വാഷ് കഴുകി കഴിഞ്ഞ് രാത്രി ഒരു വൈകുന്നേരം പിന്നെ ഇങ്ങനെ ഈ 2 വശത്തും ഇങ്ങനെ കുറച്ചെടുത്ത് ഞാൻ തേച്ച് കൊടുത്താൽ മാത്രം മതി. എന്നിട്ട് കിടന്നുറങ്ങുക, രാവിലെ എണീച്ച് മുഖം കഴുകുക. ഇത് പിന്നെ കുറച്ചും കൂടി സൺസ് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടുള്ളതാണ് ഡേ ക്രീം. ഇതിൻ്റെ കൂടെ തന്നെ ഒരു നൈറ്റ് ക്രീമും ഉണ്ട്. പകൽ നല്ല വെയിലും ഇതിലെല്ലാം പോകുന്ന ആൾക്കാർക്ക് സൺ പ്രൊട്ടക്ഷൻ നല്ലോണം, ഭയങ്കര വെയിൽ പോകുന്ന ആൾക്കാർക്ക് പിന്നെ പകൽ മുഖം രാവിലെ കുളിച്ച് വന്നതിന് ശേഷം ഇത് ഒരു തുള്ളി തന്നെ തേച്ചാൽ മതി. തേച്ച് കഴിഞ്ഞ് പുറത്ത് പോവുക. വേണമെങ്കിൽ അതിൻ്റെ മേലെ പൗഡർ ഇടുക. ഇതിന് ഉപയോഗിച്ചിട്ടും പൗഡർ ഇടാം, കുഴപ്പമൊന്നുമില്ല. ഭയങ്കര ജാസ്തി എണ്ണയൊന്നുമില്ല, എണ്ണമയമൊന്നുമില്ല ഇതിന്. നല്ല നോൺ സ്റ്റിക്കി ആയിട്ടുള്ളതാണ് രണ്ടും. അതുപോലെ രാത്രി ഉപയോഗിക്കാൻ നൈറ്റ് ക്രീം എന്ന് പറഞ്ഞാൽ അതിപ്പോൾ എൻ്റെ കയ്യിൽ കാണിക്കാനില്ല. നൈറ്റ് ക്രീമും ഉണ്ട്. നൈറ്റ് രാത്രി കിടക്കുന്നതിന് മുമ്പ് മുഖം കഴുകിയിട്ട് തേക്കാവുന്നത്. പിന്നെ വേറെ ഒന്ന് ഞാൻ പറഞ്ഞത് ടാനില്ലേ, ടാന് റിമൂവ് ചെയ്യാൻ വളരെ ഒരു നല്ല സ്കിൻ ടോണും കറക്റ്റാക്കും, ടാനും റിമൂവ് ആവും. ഇതാണ് മെയിൻ. താങ്ക് യു. ഇത്രയാണ് എനിക്ക് പറയാനുള്ളത്. വളരെയധികം നന്ദി. പിന്നെ ഇത് നിങ്ങൾക്കിപ്പോൾ ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ എൻ്റെ നമ്പർ ഞാൻ അവിടെ സ്ക്രീനിൽ ഇടാം. പിന്നെ എൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ ഞാൻ പറഞ്ഞുതരും. മാനന്തവാടി എൻ്റെ വീടുണ്ട്. അവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ പറഞ്ഞാൽ ഞാൻ കൊറിയർ അയച്ചു തരുമോ? എൻ്റെ വീട് ബസ് സ്റ്റാൻഡിൻ്റെ അടുത്ത് തന്നെ. അവിടെ വന്നാൽ ഞാൻ നേരിട്ട് തരുമോ ചെയ്യും. പിന്നെ കർണാടകയാണ് എൻ്റെ വീട്. ഞാൻ താമസിക്കുന്നത് അവിടെയാണ് ഉണ്ടാവുക. നിങ്ങൾ ഫോണിൽ വിളിച്ചാൽ ഞാൻ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് എത്തിച്ചു തരുന്നതാണ്. നമ്പർ ഞാൻ താഴെ കൊടുത്തിരിക്കാം. എന്തെങ്കിലും ഡൗട്ടോ സംശയമോ എന്തെങ്കിലും, പിന്നെ തടി കുറയ്ക്കാനോ തടി കൂട്ടാനോ അതിന് വേണ്ടതാണെങ്കിലോ, പിന്നെ വേറെ എന്തെങ്കിലും ബിപിക്കും ഷുഗറിനും കൊളസ്ട്രോളിനും പിന്നെ എല്ലാ തരത്തിലുള്ള മെഡിസിനൊന്നുമല്ല. പിന്നെ യൂറിനി സ്റ്റോൺ വരെ ഒരു 12 mm വരെയുള്ള കിഡ്നി സ്റ്റോൺ വരെ വ്യത്യാസം വരുന്നത്. അത് കണ്ടിന്യൂ ആയിട്ട് ഒരു 3 മാസം കഴിക്കണം. അതിന് വരെ വ്യത്യാസം വരുന്നതുണ്ട്. പിന്നെ നമ്മളൊരു പ്രീമിയം ഹെൽത്ത് ഡ്രിങ്കാണ് 95 എന്ന് പറഞ്ഞാൽ. അതും വളരെ നല്ല എഫക്റ്റാണ്. നമ്മളെ സ്കിൻ സോറിയാസ് പോലത്തുള്ള സ്കിൻ ഡിസീസിനെല്ലാം കൊടുത്തിട്ട് നല്ല എഫക്റ്റ് ഉണ്ട്. പിന്നെ മക്കളില്ലാത്ത പ്രശ്നത്തിന് അതും കൊടുത്തിട്ട് നല്ല എഫക്റ്റ് ഉണ്ട്. പിന്നെ ഒരു സ്ട്രോക്കായിട്ട് കിടന്നവർക്ക് പിന്നെ നമ്മൾ ലീഡറായിട്ടാണ്, ഞാൻ ഒറ്റയ്ക്കല്ല, ഞാൻ പറഞ്ഞല്ലോ, നമ്മളൊരു ഗ്രൂപ്പായിട്ട് ബിസിനസ് പോലെ ചെയ്യുമ്പോൾ നമ്മളങ്ങനെ പിന്നെ ഒരു പേഷ്യൻ്റ് സ്ട്രോക്കായിട്ട് കിടന്നവർക്ക് 95, പിന്നെ വെൽഹാർട്ട് എന്ന് പറഞ്ഞാൽ ഒരു BP നമ്മൾ BP കൊളസ്ട്രോൾ റിഡ്യൂസ് ആക്കാൻ വേണ്ടിയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് പിന്നെ കുറച്ച് 3 മാസം കണ്ടിന്യൂസ് ആയിട്ട് കുടിക്കണം. പിന്നെ വെൽഹാർട്ട്, പിന്നെ ഗ്യാസ്ട്രിക്, നെഞ്ചരിച്ചിൽ, പുളിച്ചാട്ടിൽ, വായ് പുണ്ണ്, ഇവിടെയെല്ലാം പുണ്ണായിട്ടുള്ള അത്രയും കുറേ കാലമായിട്ട് ഗ്യാസ്ട്രിക്കായിട്ട് കഷ്ടപ്പെടുന്നവർക്കുള്ള അതിന് പറ്റുന്ന ഒരു ലിവാഗ എന്ന് പറഞ്ഞ ഒരു ലിക്വിഡും ഉണ്ട്. ഗ്യാസ്ട്രിക് പിന്നെ ക്യാപ്സൂളുണ്ട്.
പിന്നെ ഉള്ളത് ഒരു രക്തക്കുറവ്. ഒരു ഫീമെയിൽസിന് ഒരു 12-14 mm അല്ല 12 ml HB വേണം. മെയിൽസിനാണെങ്കിൽ 14 തൊട്ട് 18 ml വരെ HB വേണം. അത് പറഞ്ഞൊരു 6-7 ml HB ഉള്ളൂ എന്ന് വെച്ചാൽ നമ്മളത് ഹോസ്പിറ്റലിൽ പോയിട്ട് നമ്മൾ രക്തം കയറ്റേണ്ട അവസ്ഥ വരും. നമ്മളൊരു ഫീലിംഗ് ലിക്വിഡ് എന്ന് പറഞ്ഞ ഒരു ഇതുണ്ട്, അതൊരു ബോട്ടിൽ കഴിക്കുമ്പോൾ തന്നെ വളരെ വ്യത്യാസമായിട്ടുണ്ട്. റിസൾട്ട് വന്നതാണ്. പിന്നെ വേറെ ഒന്നുള്ളത് നമ്മളെ എണ്ണ ഓയിൽ ഉള്ളത്, നമ്മളെ കുഴമ്പ് ദൈനംദിനം കൊട്ടൻ ചുക്കാതി അതെല്ലാം ഞാൻ കുറേ ആൾക്കാർക്ക് കൊടുത്ത് എഫക്റ്റ് കിട്ടാത്ത പോലും ഞാൻ ഇതിൽ വന്നതിന് ശേഷം നമ്മളെ ഇത് തൈലഭാഗം എന്ന് പറഞ്ഞ മെത്തേഡിൽ ഉണ്ടാക്കിയ ഒരു എണ്ണയാണ്. ചാമ്പി തൈലം എന്നാണ് അതിൻ്റെ പേര്. അത് നമ്മൾ എത്രയാണോ അത്രമാത്രം എടുത്ത് ചൂടാക്കിയിട്ട് തേച്ചാൽ മതി. സ്കിന്നിൻ്റെ ലെക്സ്ചർ കൂട്ടും. പിന്നെ വേദനകൾ, നീര് അതെല്ലാം വലിക്കാൻ നല്ല വ്യത്യാസമുണ്ട്. ഊരി അറിയാണ്ട് കണ്ട വാക്ക് പറഞ്ഞു പറഞ്ഞാൽ ഈ പുകച്ചിലൊക്കെ ഉണ്ടാവില്ല, കാലിൻ്റെ പുകച്ചിൽ, അതിനും തേച്ച് ഒരു 15-20 മിനിറ്റ് ചൂടുവെള്ളത്ത് കുളിച്ചാൽ മതി. നല്ല വ്യത്യാസമുണ്ട്. താരൻ അതിൽ ടീ ട്രീ ഓയിൽ ഉള്ളതുകൊണ്ട് തന്നെ താരന് വേണ്ടി തേക്കാം. പിന്നെ മൈഗ്രെയിൻ പോലത്തെ പ്രശ്നത്തിന് ഒരു സ്ട്രെസ് റിലീവ് ആവുന്ന ഒരു ഫൈറ്റസ്, അത് ഫൈറ്റസ് എന്നാണ് ആ ക്യാപ്സൂളിൻ്റെ പേര്. അതിൽ അമക്കൂരാണ് മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. നമ്മുടെ ബ്രെയിനിലുള്ള ഹാപ്പി ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്തിട്ട് നമ്മളെ സ്ട്രെസ് കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ സ്ലീപ്പിംഗ് പിൽസ് എല്ലാം സാധാരണ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു കണ്ടിന്യൂ ആയിട്ട് അത് കുടിക്കണം എന്നുള്ള ഇതെല്ലാം വരും. സൈഡ് എഫക്റ്റ് വേറെയും. അങ്ങനെ അതിന് വേണ്ടിയിട്ട് ഫൈറ്റസ് എന്ന് പറഞ്ഞൊരു ക്യാപ്സൂളുണ്ട്. തലവേദന ഉണ്ടെങ്കിൽ ആ ഫൈറ്റസ് ഒരു ക്യാപ്സൂളും നോവേദന എന്ന് പറഞ്ഞൊരു ക്യാപ്സൂളുണ്ട്. അത് കണ്ടിന്യൂ ആയിട്ട് ഉപയോഗിച്ചാൽ തന്നെ നല്ല വ്യത്യാസമുണ്ട്. എന്ത് വേണമെങ്കിൽ നിങ്ങൾ ഇതിൽ വിളിച്ചാൽ ഞാൻ ഡീറ്റെയിൽ ആയി പറഞ്ഞു തരാം. പിന്നെ ഉള്ളത് വയറ്റിന് പോകാൻ മലബന്ധം പൈൽസ് ആർഷസ് എന്നുള്ള ഒരു ക്യാപ്സൂളുണ്ട്. വളരെ വ്യത്യാസം. ശ്വാസമുട്ടൽ കഫക്കെട്ടിന് വേണ്ടി കൊടുക്കുന്ന ആയുഷ് ആശ്വാസം എന്ന് പറഞ്ഞൊരു ലേഹ്യമുണ്ട്. കണ്ടിന്യൂസ് ആയിട്ട് ഒരു 3 മാസം കഴിച്ചാൽ തന്നെ പിന്നെ നിങ്ങൾക്ക് ഇൻഹേലർ അങ്ങനത്തെ ഒന്നും യൂസ് ആക്കേണ്ട ആവശ്യമില്ല. പിന്നെ കവചപ്രാശം, നമ്മൾ ചാവനപ്രാശം നമ്മൾ പണ്ടോട്ട് ഉപയോഗിക്കുന്നതല്ല. ഇതിൽ നമുക്ക് കമ്പനീൻ്റെ കവചപ്രാശം, കവചം എന്ന് വെച്ചാൽ തന്നെ പ്രൊട്ടക്ഷൻ അല്ല, കർണൻ്റെ കവചം കൊണ്ടല്ല, ആ കവചം എന്ന് വെച്ചാൽ പ്രൊട്ടക്ഷനാണ്. നമ്മുടെ കമ്പനീൻ്റെ പേര് അത് തന്നെ കവചപ്രാശം എന്നാണ്. ചെറിയ ഒരു 5 വയസ്സിന് മേലെ തൊട്ട് വയസ്സായവർക്ക് വരെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ലേഹ്യമാണ്. കർക്കിടക മാസത്തിലെല്ലാം നല്ല സെയിലാവുന്ന ഒരു സാധനം. പിന്നെ നമ്മുടെ കോവിഡ് സമയത്ത് കവചപ്രാശവും ഒരു ഇൻഹേലറുണ്ട്. അതുപോലെ കഫ്നി എന്ന് പറഞ്ഞ ഒരു കപ്പ് സിറപ്പുമാണ് നമ്മുടെ നല്ലോണം ചിലവായെന്ന് വെച്ചാൽ നല്ലോണം യൂസ് ജനങ്ങൾ യൂസ് ചെയ്തിട്ട് ആയുഷ് പ്രീമിയം സർട്ടിഫിക്കറ്റ് കിട്ടിയതാണ് ഈ 3 പ്രൊഡക്റ്റിന് തന്നെ. ആയുഷ് പ്രീമിയം സർട്ടിഫിക്കറ്റ് ഒരു പ്രോഡക്റ്റിന് കിട്ടണമെങ്കിൽ അത്രയും ഗുണനിലവാരത്തിന് മാത്രമേ കേന്ദ്ര ഗവൺമെൻറ് ആയുഷ് പ്രീമിയം സർട്ടിഫിക്കറ്റ് കിട്ടുകയുള്ളൂ. അപ്പം നമ്മൾ ഈ പോലീസെല്ലാം വണ്ടി വിടുമ്പോൾ തടഞ്ഞു നോക്കുമ്പോൾ ഇത് കാണിച്ചാൽ തന്നെ നമ്മൾ വിട്ടിട്ടുണ്ടായിരുന്നു, ഇത് തടയാണ്ട്. ഇത് കവചപ്രാശത്തിൽ ഒരു കമ്പനിക്ക് നമ്മുടെ കേസരി എന്ന് വെച്ചാൽ കുങ്കുമപ്പൂ, ഒരു കമ്പനിയിലും ഉണ്ടാക്കുന്ന ലേഹ്യത്തിലും കേസരി കുങ്കുമപ്പൂ ചേർത്തില്ലേ. കുങ്കുമപ്പൂത്തിൽ ഏറ്റവും കൂടുതൽ ആൻറ്റി ഓക്സിഡൻ്റ് ആണത്. ആൻറ്റി ഓക്സിഡൻ്റ് വെച്ചാൽ ഫ്രീ റാഡിക്കൽസിനെ അബ്സോർവ് ചെയ്തിട്ട് നമുക്ക് ഫ്രീ റാഡിക്കൽസാണ് എല്ലാ രോഗത്തിനും ഇമ്മ്യൂണിറ്റി കുറയ്ക്കാനെല്ലാം മെയിൻ കാരണം. അപ്പോൾ ആ കുങ്കുമപ്പൂവിന് ഇതിന് തന്നെ വളരെ വിലയല്ല. ആ സാധനം കൂടി നമ്മുടെ ലേഹ്യത്തിൽ ചേർത്തിട്ടുണ്ട്. പിന്നെ വേറെ എല്ലാ കമ്പനീൻ്റെ അല്ലെങ്കിൽ വൈദ്യശാലകളുടെ എല്ലാം ലേഹ്യത്തിലും ഉണങ്ങിയ നെല്ലിക്കയാണ് ചേർക്കുക. ഇതിൽ നമ്മുടെ പച്ചനെല്ലിക്ക തിന്നുമ്പോൾ തന്നെ പച്ചനെല്ലിക്ക കിട്ടും. പിന്നെ കുട്ടികൾക്ക് ഇമ്മ്യൂണിറ്റി പവർ വരാൻ, പ്രതിരോധശക്തി കൂട്ടാനും, ഒരു സ്കൂളിൽ ഒരു പ്രാവശ്യം ഒന്ന് പോകുമ്പോഴേക്ക് വേറെ ഒരു കുട്ടി ചുമയ്ക്കോ ജലദോഷം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പെട്ടെന്ന് പകരുമല്ലോ. അത് ഇമ്മ്യൂണിറ്റി പവർ കുറയുന്നതുകൊണ്ടാണ്. അങ്ങനെയുള്ളവർക്കും പിന്നെ ശ്വാസമുട്ടൽ കഫക്കെട്ട് എല്ലാത്തിനും കൂടിയുള്ളൊരു നല്ലൊരു ലേഹ്യമാണ്. കുറച്ച് തടി കൂട്ടാൻ ആഗ്രഹിക്കുന്നവർക്കും, തടി കൂടുമൊന്നുമില്ല അത് മാത്രം വെച്ചാൽ അങ്ങനെയല്ല, ഒരു ശക്തിയും പുഷ്ടിയും ബുദ്ധി, ഓർമ്മശക്തി, കോൺസെൻട്രേഷൻ അങ്ങനെ എല്ലാത്തിനും കൂടി കുട്ടികൾക്ക് കൊടുക്കാം. കുട്ടികൾക്കും വലിയവർക്കും എല്ലാവർക്കും കൊടുക്കാം. ഒരു ഷുഗർ 230 മേലെ 230-50 വരെയുള്ളവർക്ക് 250 വരെയുള്ളവർക്ക് ഇത് കഴിക്കാം. ഈ നെല്ലിക്ക ഉള്ളതുകൊണ്ട് തന്നെ ഇൻസുലിൻ പ്രൊഡക്ഷൻ ശരിയാക്കും, ഉണ്ടാക്കും. അതുകൊണ്ട് അത്ര വലിയ പ്രശ്നം. അതിലും കൂടുതലുള്ളവർക്ക് ഇത് ഞാൻ കഴിക്കാൻ പറയുന്നില്ല. പിന്നെയുള്ളതൊരു മോറോ ലൈഫ് എന്ന് പറഞ്ഞാൽ തടി കുറയ്ക്കാനുള്ള ഒരു നല്ല പ്രൊഡക്റ്റ് ഉണ്ട്. കണ്ടിന്യൂസ് ആയിട്ട് ഒരു 20-30 മിനിറ്റ് എക്സസൈസ് ചെയ്യണം. അതിൻ്റെ കൂടെ കൂടുതലായിട്ട് ഉപ്പ്, എരിവ്, പുളി ഒക്കെയുള്ള ഭക്ഷണങ്ങളും കൂടുതലായി കഴിക്കാണ്ടിരിക്കുക. വറുത്തത് പൊരിച്ചത്, നോൺ വെജ്, ഇപ്പം കബാബൊക്കെ ആണെങ്കിൽ ചിപ്സ് ഐറ്റംസ്, അങ്ങനെ വറുത്തത് പൊരിച്ച ചിപ്സ് അതെല്ലാം അധികം കഴിക്കാണ്ടിരിക്കുക. കറി വെച്ചിട്ട് 2 പീസെല്ലാം കഴിക്കുന്നതിന് വലിയ വിഷമമൊന്നുമില്ല.
പിന്നെ ചോറ് ഉച്ചയ്ക്ക് മാത്രമെല്ലാം കഴിക്കുക, എക്സസൈസ് ചെയ്യുക. ഈ പ്രൊഡക്റ്റ് അത് എങ്ങനെ ഡീറ്റെയിൽ എങ്ങനെയാണ് ചെയ്യേണ്ടത് അതെല്ലാം എന്നെ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ ഞാൻ പറഞ്ഞുതരും. 3 മാസം കണ്ടിന്യൂസ് ചെയ്യുന്നത് ഇപ്പം കഴിക്കുന്നതിന് മുമ്പ് എത്ര വെയിറ്റ് ഉണ്ടോ പിന്നെ 3 മാസം കഴിഞ്ഞ് എത്ര വെയിറ്റ് ഉണ്ടോ നിങ്ങൾക്ക് തന്നെ വ്യത്യാസം നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. കണ്ട് തന്നെ കൊടുത്തിട്ടും എക്സ്പീരിയൻസ് ഉണ്ട്. പിന്നെ കുട്ടികളില്ലാത്തവർക്കും കണ്ടിന്യൂസ് ആയിട്ട് ഒരു 3-4 മാസം കണ്ടിന്യൂസ് ആയി പ്രൊഡക്റ്റ് കുടിച്ചിട്ട് വ്യത്യാസം വന്നിട്ടുണ്ട്. പിന്നെ സ്കിന്നിന് അതെ മുടി വളർച്ചയ്ക്ക് നമ്മളെ ഒരു ഹെയർ ഓയിലുണ്ട്, മഹാഭൃംഗരാജ ഹെയർ ഓയിലാണ്. അതിലിപ്പം നമ്മൾ സാധാരണ ഇവിടെ എല്ലാ കേരളത്തിലെല്ലാം ആദിവാസി ഹെയർ ഓയിൽ അങ്ങനത്തെ എല്ലാം പറയുന്നുണ്ടല്ലോ, അതിലും വെളിച്ചെണ്ണയല്ല. നമ്മളിലുള്ളത് ഒലീവ് ഓയിലും ബദാം ഓയിലാണ് ഇൻഗ്രീഡിയൻറ്റ്. പിന്നെ തലയ്ക്ക് കുറച്ച് കുളിർമ നൽകാൻ വേണ്ടിയിട്ട് രാമച്ചത്തിൻ്റെ വേര് അതിൽ തന്നെ ഇട്ടിട്ടുണ്ട്. പിന്നെ ഭൃംഗരാജ നീലഭൃംഗാദി എല്ലാത്തിലുള്ള ഭൃംഗരാജാണ് മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. നമ്മുടെ അകാലനര, മുടി കൊഴിച്ചിൽ, മുടി ഇങ്ങനെ അറ്റം പിളർക്കുന്ന അതിനെല്ലാത്തിനും ഉള്ളൊരു പരിഹാരമാണ്. കണ്ടിന്യൂസ് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ വ്യത്യാസം വരുന്നുണ്ട്. എനിക്ക് ഒരു ഡെലിവറിക്ക് മുമ്പ് വരെ ഇത്രയും മുടി ഉണ്ടായിരുന്നു. അതിന് ശേഷം പിന്നെ ഒരു 2ാമത്തെ ഡെലിവറി കഴിഞ്ഞതിന് ശേഷം മുടിയെല്ലാം കൊഴിഞ്ഞ് ഇത്ര വെച്ച് ഞാൻ മുറിച്ചു. ഇപ്പം ഞാനിപ്പം നമ്മൾ ഈ ഹെയർ ഓയിലാണ് ഉപയോഗിക്കുന്നത്. ഇപ്പം വലിയ മോശമില്ല. കട്ടി എനിക്ക് ഫസ്റ്റേ ഉണ്ടായിരുന്നില്ല, ഇപ്പം മോശമില്ലാണ്ട് മുടി കുഴപ്പമില്ലാണ്ട് ഉണ്ട്. ഈ എണ്ണയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. പിന്നെ താരനുള്ള ഷാമ്പു ഉണ്ട്. നമുക്ക് പുറമേ കിട്ടുന്ന എല്ലാ ഷാമ്പുവിനും കെമിക്കൽ ജാസ്തിയാണ്, അമോണിയ കണ്ടൻ്റ് എല്ലാം ജാസ്തിയായിരിക്കും. നമുക്ക് അത്ര കെമിക്കലില്ല എന്നുള്ളതാണ് നല്ല ഗുണമായിട്ടുള്ളത്. മുടി അധികം കൊഴിയില്ല. നമ്മൾ കണ്ടിന്യൂ ഒരു ആഴ്ചയിൽ 3-4 പ്രാവശ്യം ഒന്നും ഷാമ്പു ഉപയോഗിക്കാണ്ടിരിക്കുക. ആഴ്ചയിൽ 1 പ്രാവശ്യം അങ്ങനെ മാത്രം ഉപയോഗിക്കുക. അധികം പ്രഷറിൽ മസാജ് ചെയ്യാണ്ടിരിക്കുക. ഷാമ്പു ഉണ്ട്, ആൻറ്റി ഡാൻഡ്രഫ് ഷാമ്പു ഉണ്ട്, സാധാരണ കെയർ ആയിട്ടുള്ള മാമൂലി ഷാമ്പു ഉണ്ട്. അതിൽ പിന്നെ പെയിനായിട്ടും മുടിയത്തെ ചളി പോക്കാനുള്ള സാധാരണ ഷാമ്പു ഉണ്ട്, ഹെയർ കണ്ടീഷണർ ഉണ്ട്. അങ്ങനെ നമുക്ക് ഇനി എന്തെങ്കിലും ഡീറ്റെയിൽസ് എന്തെങ്കിലും അതിനെപ്പറ്റി പ്രൊഡക്റ്റിനെ പറ്റി അറിയണമെങ്കിലോ എന്തിനാണെങ്കിലും എൻ്റെ നമ്പർ താഴെ കൊടുത്തിരിക്കുക, അതിലേക്ക് വിളിച്ച് ചോദിക്കാം. പിന്നെ ഇത്ര തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. വളരെയധികം നന്ദി. താങ്ക് യു.